ഡൽഹി സ്ഫോടന കേസിൽ അറസ്റ്റിലായ 3 ഡോക്ടർമാരെ ഹരിയാന പോലീസ് എൻഐഎക്ക് കൈമാറിയതായി അറിയുന്നു. ഇവരെ ഡൽഹിയിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ട് NMC എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനിടെ ഗൂഢാലോചന കുറ്റത്തിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അതായത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഗുജറാത്തിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ അദീലിനെ കൂടുതൽ ചോദ്യം ചെയ്തതിലോട് കൂടിയാണ് ഇത്തരത്തിലൊരു നിർണായക വിവരം ലഭ്യമാകുന്നത്. അതായത് ഇങ്ങനെ ഒരു സ്ഫോടന പരമ്പരയ്ക്കായിരുന്നു ആസൂത്രണം ചെയ്തതെന്നുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുന്നു. ഒപ്പം തന്നെ അദീലിൻ്റെ സഹോദരനെ തേടി ഉള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇയാൾ മറ്റൊരു രാജ്യത്താണുള്ളത്. അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു റെഡ് കോർണർ നോട്ടീസ് അടക്കം അന്വേഷണ സംഘം ഇപ്പോൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ എവിടെയാണ് എന്ന് കണ്ടെത്തണം. ഒപ്പം തന്നെ അവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കുന്നതും ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആസൂത്രണം ചെയ്തതും ഈ അദീലിൻ്റെ സഹോദരനാണ് എന്നുള്ളതാണ്, മൂത്ത സഹോദരനാണ് എന്നുള്ളതാണ് NIAക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിലൂടെയാണ് മറ്റ് ഡോക്ടർമാരിലേക്കും മറ്റ് സംഘങ്ങളിലേക്കുമൊക്കെ ഈ ഒരു അന്വേഷണം കൂടുതൽ തരത്തിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും ഈ ഫരീദാബാദിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള വനിതാ ഡോക്ടറെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ മാസമാണ് വലിയ ഭീഷണി സ്വരം എന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ വരികയും ചെയ്ത്, അതായത് തങ്ങൾ വനിതാ ഭീകരരുടെ അല്ലെങ്കിൽ വനിതാ ചാവേറുകളെ ഇതിൻ്റെ ഭാഗമായി അണിനിരത്തും, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഇത്തരത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു. അതിനു പിന്നാലെയാണ് ഒരു വനിതാ ചാവേർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വനിതാ ഡോക്ടറെ ഈ ഒരു സംഘത്തിൻ്റെ കൂടെ പിടിയിലാകുന്നത്. അവരുടെ വാഹനത്തിൽ നിന്ന് ഏകദേശം 300 കിലോയോളം അമോണിയം നൈട്രേറ്റ് പോലെയുള്ള സ്ഫോടക വസ്തുക്കൾ, ഒപ്പം തന്നെ AK-47 തോക്ക്, മറ്റ് പിസ്റ്റൾ അടക്കമുള്ള മാരകായുധങ്ങളൊക്കെ ഈ വാഹനത്തിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്ത് അവരെയും കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. ഇവരെയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് സ്വാഭാവികമായും NIA കടക്കും. ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. ഇവരുടെ മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെ മേഖലയിൽ ആണ് ഇവർ ലക്ഷ്യം വെച്ചത്, അവിടെ ഏതെങ്കിലും തരത്തിൽ ഇനിയും അതായത് വരും കാലങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രണം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, ഗൂഢാലോചന നടന്നതിൽ ഇവർക്ക് മാത്രമാണോ പങ്ക്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ വർക്ക് ചെയ്യുന്ന, അതായത് കൂടുതൽ പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളാണ് ഈ ഒരു സംഘത്തിൽ ഉൾപ്പെട്ടത് എന്നാണ് NIAക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോകുന്നുണ്ട്. അനന്തനാഗ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആളുകളെ പരിശോധിക്കുന്നുണ്ട്. അവിടെ റാഷിദ് എന്നും ഒപ്പം തന്നെ അമീർ എന്നും പറയുന്ന 2 പേരുണ്ടായിരുന്നു. അവർ ഇലക്ട്രീഷ്യനും ഒപ്പം തന്നെ പ്ലംബിംഗ് ജോലിയും നോക്കുന്നവരാണ്, സഹോദരങ്ങളാണ് അവരും ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവരെയും ചോദ്യം ചെയ്തു വരികയാണ്. അവർ അനന്തനാഗ് ആശുപത്രിയിൽ ഈ ഉമർ നബി വർക്ക് ചെയ്യുന്ന വേളയിൽ ആണ് പരിചയപ്പെട്ടതെന്നാണ് അറിയുന്നത്. അവർ എന്ത് സഹായമാണ് ചെയ്തു നൽകിയത്, ഒപ്പം തന്നെ ഇലക്ട്രീഷ്യനൊക്കെ ആകുമ്പോൾ തന്നെ ഈ അമോണിയം നൈട്രേറ്റ് മറ്റ് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അതിന് അതിന് പങ്കാളികളായത് ഇവരാണ് എന്നാണ് സംശയിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച ഡൽഹി ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് ഉപയോഗിച്ച ആ വാഹനം I-20 വാഹനം അത് ഇത്തരത്തിൽ പുൽവാമ സ്വദേശിയിൽ നിന്ന് സ്വന്തമാകുന്നത്, അതായത് താരിഖ് എന്ന ഏറ്റവും ഒടുവിലെ ഓണർ, ഈ I-20 കാറിൻ്റെ ഓണർ താരിഖ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. താരിഖിൽ നിന്ന് ഈ വാഹനം ഏറ്റുവാങ്ങുന്നത്, അതും ഹരിയാനയിൽ വെച്ച് ഏറ്റുവാങ്ങുന്ന ഈ ആമിർ എന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ അവരിൽ നിന്നും ചോദിച്ചറിയുകയും ചെയ്ത് ഇതുപോലെ മറ്റേതെങ്കിലും വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ താരിഖും ഈ ഉമർ നബിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, കാരണം പ്രത്യേകിച്ച് 2 പേരും പുൽവാമ സ്വദേശികളാണ്. ഈ ഉമർ നബിയുടെ വീടിന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് താരിഖിൻ്റെ വീടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള വിവരങ്ങളാണ് നേരത്തെ അന്വേഷണ സംഘം പുറത്തുവിടുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ ഈ ഉമർ നബിയുടെ വീട് അത് പൂർണ്ണമായും സൈന്യം തകർക്കുകയും ചെയ്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിൽ കസ്റ്റഡിയിലായിട്ടുള്ള 6 പേരെയും അവരുടെ വീടുകളും ഒക്കെ അല്ലെങ്കിൽ അതിൽ ചുക്കാൻ പിടിച്ച പ്രധാനപ്പെട്ട ആസൂത്രകരുടെ ഒക്കെ വീട് ഇതേ രീതിയിൽ സൈന്യം തകർത്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതേ രീതിയിൽ തന്നെ ഈ ഉമർ നബിയുടെ വീട് പൂർണ്ണമായും സൈന്യം തകർക്കുകയും ചെയ്തു. സമീപത്തുള്ള വീടുകളുണ്ട്, അവയ്ക്കൊന്നും തന്നെ ഒരു കേടുപാടും പറ്റാത്ത രീതിയിൽ IED ബ്ലാസ്റ്റ് ആണ് അവിടെ സൈന്യം നടപ്പിലാക്കുകയും ചെയ്ത് അത്തരത്തിലുള്ള നടപടികളിലേക്ക്, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം ചേർന്നപ്പോഴും ഒരു തരത്തിലും
ഇവർക്ക് തക്കതായ ശിക്ഷ നൽകും, എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അത് ഒരു സന്ദേശമാകും എന്നുള്ള രീതിയിൽ, അതായത് വ്യക്തമായ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ്. ഇനി ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകാത്ത രീതിയിൽ വ്യക്തമായ സന്ദേശം നൽകുന്ന മറുപടിയായിരിക്കും നൽകാൻ പോകുന്നത് എന്ന രീതിയിലായിരുന്നു ഒരു പ്രതികരണം ഇത്തരത്തിൽ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഈ രണ്ടാമത്തെ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നൗഗാമിൽ. അതും 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോകുന്നു. 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായും കത്തിനശിച്ചു. സമീപത്തെ പ്രദേശങ്ങളിലുണ്ടായിരുന്ന വാഹനങ്ങൾ കത്തിനശിച്ചു. പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം 11 കൂടിയേ രാത്രി 11 കൂടിയാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായത്. അത് എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് ഈ ഒരു സ്ഫോടനത്തിലേക്ക് വഴിവെച്ചത്? അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്.